ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സംഭവകുലമായ ഈ പ്രഭാതത്തിൽ നിൻ്റെ അടുക്കൽ വന്ന ഈ നല്ല നിമിഷത്തിനായ സ്തോത്രം. ഇന്ന് ഞങ്ങളെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ധാരാളം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വചനം എല്ലാവർക്കും മനഃപ്പാഠമായി അറിയുന്ന ഒരു വചനമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കത് ഏറ്റവും വളരെ പരിചിതമായ ഒരു വേദവാക്യമാണ്. യേശുക്രിസ്തു ഇത് ആരെ നോക്കിയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി എല്ലാവരെയും വിട്ട് പിൻപറ്റിയ ശിഷ്യരോടും കർത്താവിനോട് ഒരുമിച്ച് ഇരുന്നവരോടും അപ്പോസ്തലർ എന്ന് പേര് വിളിക്കപ്പെട്ടവരോടും തന്നെ പിൻപറ്റിയവരോടും യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അങ്ങനെയെങ്കിൽ എത്ര വലിയ ശിഷ്യൻ ആണെങ്കിലും, എത്ര വലിയ അപ്പോസ്തലൻ എന്ന് പേര് കേട്ടവനാണെങ്കിലും, ദൈവത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് വന്നവർ എന്ന് പേരെടുത്താലും അവരുടെ ജീവിതത്തിൽ ഭ്രമിപ്പിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു, കലങ്ങുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് യേശു അറിഞ്ഞിരുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്നേഹത്തിൽ ഭയമില്ല. തുടർന്ന് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, മനുഷ്യജീവിതത്തിൽ ഭ്രമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇല്ലാതെ മുന്നേറി വരണമെങ്കിൽ അറിവോ അനുഭവവുമല്ല. ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തിൽ വളർന്നു വരുമ്പോൾ ആ സ്നേഹം ഭയത്തെ പുറന്തള്ളും. 2 തീമോഥെയോസ് 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ യഹോവ ദൈവം നമുക്ക് തരുന്നത്. ഇവിടെ 2 ആത്മാവിനെ പറ്റി പറയുന്നു. 1 ഭീരുത്വത്തിൻ്റെ ആത്മാവ്, 2 ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവ്. അപ്പോൾ പേടിപ്പെടുത്തുന്ന ആത്മാവെന്ന് പറയുന്നതും ഒരു ആത്മാവാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ പേടി എന്ന് പറയുന്നത് അത് ഒരു ആത്മാവാണ്. ആ പേടിയെ നമ്മൾ ജയിക്കുന്നതിനാണ്. ശക്തിയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ഒരു മനുഷ്യൻ ഭ്രമിക്കാതെ ജീവിതത്തിൽ വളരണമെങ്കിൽ അവർക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇനിയൊരു ആത്മാവിനെ ആവശ്യമാണ്. ആ ആത്മാവാണ് സ്നേഹം. റോമർ 8:28 വായിക്കുമ്പോൾ, കർത്താവിൻ്റെ തീരുമാനം പോലെ വിളിച്ചിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ആ ദൈവവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. കർത്താവിൻ്റെ തീരുമാനത്തിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് നമ്മുടെ തീരുമാനമല്ല, ക്രിസ്തുവിൻ്റെ തീരുമാനത്തിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അവനെ നാം പൂർണ്ണമായി സ്നേഹിക്കുന്നുവെങ്കിൽ സകലവും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നു. റോമർ 8:36 വാക്യം മുതൽ ഉള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. പൗലോസിൻ്റെ വാക്കുകളാണത്. ഞാൻ കൊല്ലപ്പെടും, അടിക്കപ്പെടും, പട്ടിണി, നാശം, പലവിധമായ കഷ്ടപ്പാടുകൾ എന്തൊക്കെ വന്നാലും നിന്നിൽ നിന്ന് എന്നെ പിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ചാലഞ്ച് പറയുകയാണ്, വെല്ലുവിളിക്കുകയാണ്. ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെല്ലുവിളിക്കുന്ന ഒരു അനുഭവമാണ്. ദൈവം എന്നെ എത്രമാത്രം ഉയർത്തി
ദൈവം എന്നോടുകൂടെ ഇരുന്നു, എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചു, ഇത്രത്തോളം സമ്പത്ത് സുഖ സൗകര്യങ്ങളെല്ലാം നൽകിത്തന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ വെല്ലുവിളിക്കാറുണ്ട്. ഇങ്ങനെ വെല്ലുവിളിച്ചവർ എത്രയോ പേർ ദൈവസന്നിധിയിൽ നിന്നും ഓടിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തു വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്കും പിന്തിരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ പറഞ്ഞു വന്നത് ഫിയർ നോട്ട്, ഭയപ്പെടരുത്. 14:1 വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. നമ്മളെ പേടിപ്പിക്കുന്ന ശക്തി നമുക്ക് മേൽ വന്നാലും പേടിപ്പാനില്ല, ദൈവം നമ്മളോടുകൂടെ ഉണ്ട്. സ്നേഹം ഭയത്തെ പുറന്തള്ളും. പ്രാർത്ഥനകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ ഇതിനെക്കുറിച്ചും പേടിക്കയില്ല എന്നുള്ള വിശ്വാസം ഞങ്ങളിൽ തരണമേ. നിൻ്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭ്രമിക്കാതെയും ഒന്നിനെക്കുറിച്ചും ഭയപ്പെടുത്തുന്ന അനുഭവം ഞങ്ങളിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ അങ്ങയിൽ അടിയുറച്ച വിശ്വാസം ഞങ്ങളിൽ തരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.